everyone, welcome to Krish Talks. അപ്പോൾ നമ്മൾ 4th സെമസ്റ്റർ EDPയുടെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി 4th ചാപ്റ്റർ മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരൊറ്റൊരു വീഡിയോയിലൂടെ തന്നെ നമ്മൾ 4th ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ നോട്ട്സ് നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കേണ്ട കുട്ടികൾക്ക് പ്രിൻ്റ് എടുത്ത് വെക്കാം. പക്ഷേ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ കൂടി കണ്ടിട്ട് പഠിക്കണം. കാരണം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകില്ല. ഞാൻ സിമ്പിൾ പോയിന്റ് വൈസ് ഒക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സാം എഴുതേണ്ട രീതി കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസിലാണ് പറയുന്നത്. അപ്പോൾ അതും കൂടി കേട്ടിട്ട് നമ്മുടെ PDF കൂടി വെച്ച് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ചാപ്റ്റർ 4 എന്ന് പറയുന്നത് സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ആണ്. നമ്മൾ ഓരോ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിൻ്റെ എന്താ പറയുക, ഓരോന്ന് സെറ്റപ്പ് ചെയ്തെടുക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് മീനിങ് ഓഫ് ഓൺട്രപ്രണറിയൽ എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. സോ ഓൺട്രപ്രണറിയൽ എൻവയോൺമെൻറ്റ് റെഫേഴ്സ് ടു ദി വേരിയസ് കൺസ്ട്രെയിൻസ് വിത്തിൻ വിച്ച് ദ എൻ്റർപ്രൈസ് ആർ റിക്വയർഡ് ടു ഓപ്പറേറ്റ്. ഓൺട്രപ്രണർഷിപ്പ് ഡസ് നോട്ട് ഗ്രോ വിതൗട്ട് എൻവയോൺമെൻറ്റൽ സപ്പോർട്ട്. അതായത് നമുക്കറിയാം നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് മൃഗങ്ങളും പക്ഷികളും മരങ്ങളും ഒക്കെ കൂടി ഉള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഇപ്പോൾ മരങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം കണക്റ്റഡ് ആണ്. അതേപോലെയാണ് ഓൺട്രപ്രണറിയൽ എൻവയോൺമെൻറ്റും. ഒരു സംരംഭം, ഒരു എൻ്റർപ്രൈസ് റൺ ചെയ്യാനായിട്ട് അതിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന് ചുറ്റിനും വേണം അല്ലേ. അപ്പോൾ അതിനെയാണ് ഓൺട്രപ്രണറിയൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അത് ഓപ്പറേറ്റ് ചെയ്യാനും അത് നിലനിന്ന് പോകാനും ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അതിന് മൊത്തത്തിൽ പറയുന്നതാണ് ഓൺട്രപ്രണറിയൽ എൻവയോൺമെൻറ്റ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചുറ്റുപാടും വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ വരുന്നത് പൊളിറ്റിക്കൽ എൻവയോൺമെൻ്റ് ആണ്. നമുക്കൊരു സംരംഭം റൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ പോളിസീസ്, ലോസ് കാര്യങ്ങളൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യും ഇല്ലേ. അപ്പോൾ അതൊക്കെ വേണം നമുക്ക് പ്രവർത്തിക്കാനായിട്ട്. സോ അതാണ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ 6 ഇമ്പോർട്ടൻറ്റ് സെഗ്മെൻറ്റ്സ് ഓഫ് ഓൺട്രപ്രണറിയൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. അപ്പോൾ ആദ്യത്തെ പറയുന്നത് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, രണ്ടാമത് പറയുന്നത് എക്കണോമിക് എൻവയോൺമെൻറ്റ് ആണ്. അതായത് നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ, മാർക്കറ്റ് കണ്ടീഷനൊക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്, ക്യാപിറ്റലിൻ്റെ ഒരു ആക്സസും കാര്യങ്ങളൊക്കെ. മൂന്നാമത്തത് സോഷ്യൽ എൻവയോൺമെൻറ്റ് ആണ്. സോഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ കൾച്ചർ, നോംസ്, വാല്യൂസ്, കൺസ്യൂമർ ബിഹേവിയർ ഒക്കെയാണ് അവിടെ വരുന്നത്. നാലാമത്തത് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. നമുക്കറിയാം ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അവൈലബിലിറ്റിയും ആക്സസിബിലിറ്റിയും ആണ് അവിടെ വരുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ വരുന്നത് ലീഗൽ എൻവയോൺമെൻറ്റ് ആണ്. അതായത് ലോസ്, റെഗുലേഷൻസ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻസ് ഒക്കെയാണ് അവിടെ വരുന്നത്. ദെൻ സിക്സ്ത് വൺ കൾച്ചറൽ എൻവയോൺമെൻറ്റ്, നമ്മുടെ വാല്യൂസ്, ബിലീവ്സ്, ആറ്റിറ്റ്യൂഡ്സ് ഒക്കെയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ 6 ഇമ്പോർട്ടൻറ്റ് സെഗ്മെൻറ്റ്സ് ആണ് നമ്മുടെ ഓൺട്രപ്രണറിയൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഒരു എൻ്റർപ്രൈസിന്, ഇതാണ് നമ്മുടെ സംരംഭം എന്നുണ്ടെങ്കിൽ ഇതിന് ചുറ്റിനും ഈ ഒരു 6 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 6 സെഗ്മെൻറ്റ്സ് കൂടി നമുക്ക് വേണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു എൻ്റർപ്രൈസ് റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് മൊത്തത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഓൺട്രപ്രണറിയൽ എൻവയോൺമെൻറ്റ് എന്നുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് ജനറേഷൻ ഓഫ് പ്രൊജക്റ്റ് ഐഡിയ. എന്താണ് ജനറേഷൻ ഓഫ് പ്രൊജക്റ്റ് ഐഡിയ? ഇറ്റ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ഫൈൻഡിങ് ആൻഡ് ഡെവലപ്പിംഗ് പൊട്ടൻഷ്യൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് അത്യാവശ്യം നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന നല്ലൊരു ഐഡിയ നമ്മൾ കൊണ്ടുവരുന്നു. ഇപ്പോൾ ക്രിഷ് ടോക്സ് എന്ന് പറയുന്ന ഒരു ഐഡിയ നമ്മൾ കൊണ്ടുവന്നു. അതാണ് ജനറേഷൻ ഓഫ് പ്രൊജക്റ്റ് ഐഡിയ എന്ന് പറയുന്നത്. നമ്മളൊരു ഐഡിയ ഒരു പ്രോഫിറ്റബിൾ പ്രൊജക്റ്റാക്കി മാറ്റാനായിട്ട് ഒരു ഐഡിയ നമ്മൾ കൊണ്ടുവരുന്നു. അതിനെയാണ് ജനറേഷൻ ഓഫ് പ്രൊജക്റ്റ് ഐഡിയ എന്ന് പറയുന്നത്. ഒരു ഇനീഷ്യൽ സ്റ്റേജാണിത്. ആ ഒരു സംരംഭത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേജാണ് ഐഡിയ കൊണ്ടുവരുന്നത്. ഐഡിയ കൊണ്ടുവന്നിട്ട് വേണം ഇനി അതിനെ കുറേ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് അത് സക്സസ് ആക്കാൻ വേണ്ടി. അപ്പോൾ ഐഡിയ കൊണ്ടുവരലാണ് ആദ്യത്തെ സ്റ്റേജ്. സോ അതൊരു ഇനീഷ്യൽ സ്റ്റേജാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് സ്ക്രീനിങ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയ? അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രൊജക്റ്റ് ഐഡിയ കൊണ്ടുവന്നു. ഇനി സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? വെൻ ബിസിനസ് ഐഡിയ ആർ ജനറേറ്റഡ് ദേ നീഡ് ടു ബി സ്ക്രീൻ ടു ഡിറ്റർമൈൻ ദെയർ ഫീസിബിലിറ്റി. അതിൻ്റെ ഫീസിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡിറ്റർമൈൻ ചെയ്യേണ്ടി വരും. എന്താ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫീസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കൽ ആകുമോ ഇല്ലയോ എന്നുള്ള പഠനമാണ് ഫീസിബിലിറ്റി സ്റ്റഡി, ഫീസിബിലിറ്റി എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പം ഞാൻ ക്രിഷ് ടോക്സ് എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവന്നു, അത് പ്രാക്ടിക്കൽ ആവോ, നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റുമോ, അല്ലെങ്കിൽ കുട്ടികളൊക്കെ കാണുമോ, അങ്ങനെ നമ്മൾ അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി കൂടി നമ്മളൊന്ന് ചിന്തിക്കണമല്ലോ. അപ്പോൾ അതിനുള്ള റിസർച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഇത് പ്രാക്ടിക്കൽ ആവോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെയാണ് ഫീസിബിലിറ്റി എന്ന് പറയുക. അപ്പോൾ നമ്മളൊരു ഐഡിയ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫീസിബിലിറ്റി
അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. അത് പ്രാക്ടിക്കൽ ആവോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അപ്പോൾ അതാണ് സ്ക്രീനിങ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ ഫീസിബിലിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്? ഇത് കോമ്പറ്റബിലിറ്റി വിത്ത് ഓൺട്രപ്രണർക്ക് ഇത് കോമ്പീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ, കൺസിസ്റ്റൻസി വിത്ത് ഗവൺമെന്റ് റെഗുലേഷൻസ്, അവൈലബിലിറ്റി ഓഫ് ഇൻപുട്ട്, മാർക്കറ്റ് ഫെസിലിറ്റീസ്, പ്രോഫിറ്റബിലിറ്റി, കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട്, ലെവൽ ഓഫ് റിസ്ക്, അതർ ഫാക്ടേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലുള്ള പ്രാക്ടിക്കബിലിറ്റി നമ്മൾ നോക്കണം. ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മുടെ ഐഡിയ പ്രാക്ടിക്കൽ ആകുമോ, പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവോ, മാർക്കറ്റ് ഫെസിലിറ്റീസ് ഓക്കെ ആണോ, നമുക്ക് ഇൻപുട്സ് കിട്ടുമോ, അങ്ങനെ ഈ ഓരോ എലമെന്റ്സും നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ഫീസിബിലിറ്റി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തത് എന്താണ്? സെലക്ഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. അങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ ഐഡിയ കൊണ്ടുവന്നു, അതിനുശേഷം സ്ക്രീനിങ് ചെയ്തു. സ്ക്രീനിങ് എന്ന് വെച്ചാൽ ഫീസിബിലിറ്റി ചെക്ക് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ആ പ്രൊജക്റ്റ് ഫൈനലി സെലക്ട് ചെയ്യുന്നത്. സെലക്ഷനിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കണം. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ലൊക്കേഷൻ, ടെക്നിക്കൽ നോളജ്, പ്രോഫിറ്റബിലിറ്റി, റിസ്ക്, അവൈലബിലിറ്റി ഓഫ് മാർക്കറ്റ്, കോമ്പറ്റീഷൻ, ഗവൺമെൻറ് പോളിസി, ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ ഫൈനൽ സെലക്ഷൻ്റെ സമയത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് എന്താണ്? മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ്. After generating the business idea, a market and demand analysis is conducted to determine the feasibility of the idea. നമ്മൾ ഈ ഫീസിബിലിറ്റി നടത്തുന്ന സമയത്ത് മാർക്കറ്റിലെ കണ്ടീഷൻ, മാർക്കറ്റിൻ്റെ ഒരു ഡിമാൻഡ് എങ്ങനെയാണ്, അങ്ങനെ ഒരു മൊത്തത്തിലുള്ള ഒരു അനാലിസിസ് നമ്മൾ നടത്തും. അതിനെയാണ് മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് നടത്താനായിട്ട്. അതാണ് അനലൈസിങ് മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ്. അത് നമ്മൾ ആദ്യം ചെയ്യണം. രണ്ടാമത്തത് അണ്ടർസ്റ്റാൻഡിങ് ദ കോമ്പറ്റേറ്റീവ് സിറ്റുവേഷൻ. ഇപ്പോഴത്തെ കോമ്പറ്റേറ്റീവ് സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ദ ട്രേഡ് പ്രാക്ടീസ്, ഇപ്പോൾ നടക്കുന്ന ട്രേഡ് പ്രാക്ടീസ് ഒന്ന് മനസ്സിലാക്കുക. ദെൻ എസ്റ്റിമേറ്റിംഗ് ദ ഫ്യൂച്ചർ ചേഞ്ചസ് ഇൻ ദ വോളിയം ആൻഡ് പാറ്റേൺ ഓഫ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇത് വെച്ചിട്ട് ഭാവിയിൽ നമ്മുടെ പ്രൊഡക്റ്റിന് ഉണ്ടാകാൻ പോകുന്ന ചേഞ്ചസ്, അതിൻ്റെ ഡിമാൻഡ് സപ്ലൈയിലൊക്കെ വരുന്ന ചേഞ്ചസ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നതാണ് മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്താലേ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആവോ, ഫീസിബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയുള്ളൂ. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കാണ് അനലൈസിങ് മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, മാർക്കറ്റിൻ ഡിമാൻഡ് അനലൈസ് ചെയ്യുക, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുക. ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ മുൻകൂട്ടി കാണുക. സോ അനലൈസിങ് മാർക്കറ്റ് ഡിമാൻഡ് ഇൻവോൾവിങ് അണ്ടർസ്റ്റാൻഡിങ് ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ദ കസ്റ്റമേഴ്സ്. മാർക്കറ്റ് അനലൈസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. അതായത് എൻ്റെ ഒരു പ്രൊഡക്റ്റിന് ഫ്യൂച്ചറുള്ള ഡിമാൻഡ് എത്രയായിരിക്കും, അങ്ങനെ മുൻകൂട്ടി കാണുന്നതിനെയാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സോഴ്സസ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണ്. ഇത് നമ്മൾ തേർഡ് സെമ്മിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. 2 ടൈപ്പ് ഡാറ്റ കളക്ഷൻ ഉണ്ട്. പ്രൈമറി ഡാറ്റ കളക്ഷൻ ഉണ്ട്, സെക്കൻഡറി ഡാറ്റ കളക്ഷൻ ഉണ്ട്. പ്രൈമറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുവാണ്. ഇതുവരെ ആരും കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയല്ല അത്, നമ്മൾ സ്വന്തമായിട്ട് കളക്ട് ചെയ്യുന്നു. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് സർവേയിലൂടെയും ഇൻ്റർവ്യൂയിലൂടെയും ഒക്കെ നമ്മൾ നേരിട്ട് പോയി കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. അത്തരം ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുക. അപ്പോൾ സെക്കൻഡറി ഡാറ്റ കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള എക്സിസ്റ്റിംഗ് ഡാറ്റയെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡറി ഡാറ്റ കളക്ഷൻ. അപ്പം അങ്ങനെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ, മുൻകൂട്ടി കാണാൻ വേണ്ടി കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും ഉണ്ട്. ക്വാളിറ്റേറ്റീവിൽ തന്നെ 3 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിൽ വരുന്ന ഒന്നാമത്, ഇത് നമ്മൾ പറയുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ ക്വാളിറ്റേറ്റീവ്. അതിൽ തന്നെയുള്ള ഒന്നാമത്തതാണ് ജൂറി ഓർ എക്സിക്യൂട്ടീവ് മെത്തേഡ്. അതായത് ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് പ്രൊവൈഡ് ദെയർ വ്യൂസ് ഓൺ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ഡിമാൻഡ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയായിരിക്കും ഭാവിയിൽ, എങ്ങനെയായിരിക്കും ഡിമാൻഡ്, ഈ ഇപ്പോൾ ഉള്ള പ്രൊഡക്റ്റിൻ്റെ കുറച്ച് മാസം കഴിഞ്ഞിട്ടുള്ള ഡിമാൻഡ് എന്തായിരിക്കും. അപ്പോൾ അവർ ഇത്രയും നാളത്തെ ഒരു പരിചയം വെച്ച് അവർക്ക് പറയാൻ പറ്റും. ഡിമാൻഡ് കുറയും, അടുത്ത മാസം ഡിമാൻഡ് കുറയും, ദെൻ ജൂണിൽ ഡിമാൻഡ് കൂടും, അങ്ങനെ അവർക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് ജൂറി ഓർ എക്സിക്യൂട്ടീവ് മെത്തേഡ്. എക്സ്പേർട്സിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നതാണ് അത്. രണ്ടാമത്തെ മെത്തേഡ് ഡെൽഫി മെത്തേഡാണ്. ക്വാളിറ്റേറ്റീവിൽ രണ്ടാമത്തെ കേട്ടോ.
എക്സ്പേർട്സ് പ്രൊവൈഡ് ഒപ്പീനിയൻസ് ഓൺ ഡിമാൻഡ് എസ്റ്റിമേഷൻ ത്രൂ എ ക്വസ്റ്റ്യനെയർ. അതൊരു ക്വസ്റ്റ്യനെയറിലൂടെ എക്സ്പേർട്സ് നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻ തരുന്നതാണ് ഡെൽഫി മെത്തേഡ്. മൂന്നാമത്തെ സർവേ മെത്തേഡാണ്. നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുന്ന സമയത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് സർവേ മെത്തേഡ്. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ജൂറി മെത്തേഡ്, ഡെൽഫി മെത്തേഡ്, സർവേ മെത്തേഡ്. ഈ മൂന്നെണ്ണമാണ് ക്വാളിറ്റേറ്റീവ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ വരുന്നത്. ഇനി ക്വാണ്ടിറ്റേറ്റീവിൽ വരുന്നതാണ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്. അതായത് പാസ്റ്റ് ട്രെൻഡ്സ് വെച്ചിട്ട് മുന്നേ എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ട്, ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം എങ്ങനെയായിരുന്നു അത് വെച്ചിട്ടാണ് ഫ്യൂച്ചർ അനലൈസ് ചെയ്യുന്നത്. അതാണ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്. നെക്സ്റ്റ് ആവറേജ് മെത്തേഡാണ്, മൂവിങ് ആവറേജ് മെത്തേഡ്. അതായത് നമ്മുടെ പണ്ടത്തെ ഡാറ്റയുടെ ആവറേജ് കണ്ടിട്ട് നമ്മൾ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യുന്നു. അതാണ് മൂവിങ് ആവറേജ് മെത്തേഡ്. മൂന്നാമത്തത് എക്സ്പൊണൻഷ്യൽ സ്മൂത്തിങ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവ്ഡ് എറേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ മുന്നത്തെ ട്രെൻഡ് വെച്ചിട്ട് മുന്നത്തെ ഡിമാൻഡ് അനുസരിച്ച് ഫ്യൂച്ചറിലെ ഡിമാൻഡിനെ പറ്റി ചിന്തിക്കുന്നതാണ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്. മുന്നത്തെ ഡാറ്റയുടെ ആവറേജ് കണ്ടിട്ട് ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ് മൂവിങ് ആവറേജ് മെത്തേഡ്. ഒബ്സർവ്ഡ് എറേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ് എക്സ്പൊണൻഷ്യൽ സ്മൂത്തിങ് മെത്തേഡ്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് കഴിഞ്ഞു, ക്വാണ്ടിറ്റേറ്റീവ് കഴിഞ്ഞു. മൂന്നാമത്തതാണ് കോസൽ മെത്തേഡ്സ്. കോസൽ മെത്തേഡ്സിൽ തന്നെ റേഷ്യോ ഉണ്ട്, കൺസംഷൻ ഉണ്ട്, ലീഡിംഗ് ഉണ്ട്. റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾസിൻ്റെ റേഷ്യോൻ്റെ അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് റേഷ്യോ മെത്തേഡ്. ദെൻ കൺസംഷൻ ലെവലിൻ്റെ അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് കൺസംഷൻ ലെവൽ മെത്തേഡ്. ഇനി മൂന്നാമത് വരുന്നത് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ്, എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് ലീഡിംഗ് ഇൻഡിക്കേറ്റർ. സോ ഇത്രയാണ് പലതരത്തിലുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ഓർ ടെക്നിക്സ്. ഇത് മൂന്നെണ്ണാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഉണ്ട്, അതേപോലെ തന്നെ കോസൽ ഉണ്ട്. ഇതിൽ ഓരോന്നിലും 3 എണ്ണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം നമുക്ക് ഒരു 9 എണ്ണം പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും എന്താണ് നമ്മുടെ മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. ഇതിൽ ഏത് വേണമെങ്കിലും നമ്മളോട് 2 മാർക്കിന് ചോദിക്കാം. മൊത്തമായിട്ട് നമ്മുടെ അടുത്ത് ഷോർട്ട് എസ്സേക്കും ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് അണ്ടർസ്റ്റാൻഡിങ് ദ കോമ്പറ്റേറ്റീവ് സിറ്റുവേഷൻ ആണ്. എങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ കോമ്പറ്റേറ്റീവ് സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കും. അതായത് നമ്മളിപ്പം എന്താ പറയുക, ഒരു പേസ്റ്റിൻ്റെ ഒരു കമ്പനി തുടങ്ങുകയാണ്. നമുക്കറിയാം നാട്ടിൽ ഓൾറെഡി ഒരുപാട് പേസ്റ്റിൻ്റെ കമ്പനീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൊണ്ടുവരുന്ന സമയത്ത് ഇത് വിജയിക്കുമോ, നമുക്ക് അത്യാവശ്യം കോമ്പറ്റീഷൻ നേരിടാൻ സാധ്യതയുണ്ട്. കോൾഗേറ്റും പെപ്സോഡൻറ്റും ഒക്കെയുള്ള സമയത്ത് നമ്മളൊരു പേസ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ക്രിസ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടൊരു പേസ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരുപാട് കോമ്പറ്റീഷൻ അതിന് നേരിടേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഓൺട്രപ്രണേഴ്സ് ചോദിക്കേണ്ട, അവരോട് തന്നെ ചോദിക്കേണ്ട, സ്വന്തമായിട്ട് തന്നെ ചോദിക്കേണ്ടതോ മറ്റുള്ളവരോട് ചോദിക്കേണ്ടതോ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് സിറ്റുവേഷൻ മനസ്സിലാക്കാൻ ഓൺട്രപ്രണേഴ്സ് ചോദിക്കേണ്ട, അവരോട് തന്നെ ആയിരിക്കാം ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ്. അതായത് ഹൗ മെനി ഫേംസ് ഓഫർ സിമിലർ ഗുഡ്സ് ഓർ സർവീസസ്, എത്ര ഫേംസ് ഇതേപോലുള്ള പേസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. വാട്ട് ആർ ദെയർ മാർക്കറ്റ് ഷെയർ, അവരുടെ മാർക്കറ്റ് ഷെയർ എന്താണ്. വാട്ട് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദെയർ പ്രൊഡക്ട്സ്, അവരുടെ ഓരോ പ്രൊഡക്ട്സിൻ്റെയും ഓരോരുത്തരുടെ പേസ്റ്റിൻ്റെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും. ദെൻ വാട്ട് കൈൻഡ് ഓഫ് കൺസ്യൂമർ ഇമേജ് ഡസ് ഈച്ച് പ്രൊഡക്റ്റ് എൻജോയ്, ഓരോ പ്രൊഡക്റ്റ് എൻജോയ് ചെയ്യുന്ന കൺസ്യൂമർ ഇമേജ് എങ്ങനത്തെയാണ്. വാട്ട് ട്രേഡ് പ്രാക്ടീസ്, അവരെങ്ങനത്തെ ട്രേഡ് പ്രാക്ടീസാണ് യൂസ് ചെയ്യുന്നത്. അവരുടെ മേജർ കസ്റ്റമേഴ്സ് ആരാണ്, ഇപ്പോൾ കുട്ടികളാണോ അങ്ങനെയുള്ളത്. ഇപ്പോൾ കിൻഡർ ജോയ് നമുക്കറിയാം കുട്ടികൾക്കാണ് ഉള്ളതെന്നറിയാം. മദർ ഹോളിക്സ് ഉണ്ട്, അത് കൂടുതലും മദേഴ്സാണ് കഴിക്കുന്നതെന്നറിയാം. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരാണ്, അങ്ങനെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ദെൻ അടുത്തത് അണ്ടർസ്റ്റാൻഡിങ് ട്രേഡ് പ്രാക്ടീസ് എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡിങ് ട്രേഡ് പ്രാക്ടീസ് ഇൻവോൾവ് അനലൈസിങ് ദ മെത്തേഡ്സ് ആൻഡ് ടാക്ടിക്സ് യൂസ്ഡ് ബൈ ദ കോമ്പറ്റീറ്റേഴ്സ് ടു പ്രൊമോട്ട് ആൻഡ് സെൽ ദെയർ പ്രൊഡക്ട്സ്. അവരുടെ പ്രൊഡക്ട്സ് വിറ്റഴിക്കാൻ വേണ്ടി, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കോമ്പറ്റേറ്റേഴ്സ് ഉപയോഗിക്കുന്ന കുറച്ച് തന്ത്രങ്ങളുണ്ട്. അതിനെയാണ് ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയുക. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതിനുശേഷം പിന്നെ ഒരെണ്ണം പറയുന്നത് എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ വരാൻ സാധ്യതയുള്ള ഫ്യൂച്ചർ ചേഞ്ചസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ഡിമാൻഡ് സൈഡ്, സപ്ലൈ സൈഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചോദിക്കാറില്ല അത്, എന്നാലും നമുക്കൊന്ന് വായിച്ചു പോവാം.
ഡിമാൻഡ് സൈഡിൽ പൊട്ടൻഷ്യൽ ഓഫ് ദ എക്സ്പോർട്ട് മാർക്കറ്റ്, ലൈക്ലി ചേഞ്ച് ഇൻ ഇൻകം പ്രൈസ് ലെവൽ, പ്രോബബിൾ എക്സ്പാൻഷൻ ഓഫ് ദി ഇൻഡസ്ട്രീസ്, മൾട്ടിപ്പിൾ യൂസ് ഓഫ് പ്രൊഡക്റ്റ്, ഇമ്പാക്ട് ഓഫ് ടെക്നോളജി, പ്രോബബിൾ ഷെയർ മാർക്കറ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഇതൊക്കെ നമ്മൾ ഡിമാൻഡ് സൈഡിലെ ഫാക്ടേഴ്സ് ആണ് കേട്ടോ. ഇനി സപ്ലൈ സൈഡിലെ ഫാക്ടേഴ്സ് കോമ്പറ്റേറ്റീവ് പൊസിഷൻ ഓഫ് ദ പ്രൊപ്പോസ്ഡ് യൂണിറ്റ്, പൊട്ടൻഷ്യൽ കോമ്പറ്റേറ്റേഴ്സിൻ്റെ കാര്യം, യൂട്ടിലൈസേഷൻ കപ്പാസിറ്റി, പോസിബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് ഡ്യൂ ടു ടെക്നോളജിക്കൽ ഇന്നോവേഷൻ, ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, യൂണിറ്റ്സ് കോസ്റ്റ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്, പ്രൊവിഷൻ ഫോർ ആഫ്റ്റർ സെയിൽ സർവീസ്, പ്രപ്പോസ് ഡിസൈനിങ് ആൻഡ് പാക്കേജിങ്. ഇതൊക്കെ സപ്ലൈ സൈഡിൽ വരുന്നതാണ്. ഇതങ്ങനെ ചോദിച്ചിട്ടില്ല, എന്നാലും ജസ്റ്റ് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. ഇനി നമ്മുടെ മെയിൻ ഏരിയ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് ഫീസിബിലിറ്റി സ്റ്റഡി, നമ്മളത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഫീസിബിലിറ്റി സ്റ്റഡി ഈസ് ആൻ അസസ്മെൻറ്റ് ഓഫ് ദി പ്രാക്ടിക്കാലിറ്റി ഓഫ് എ പ്രപ്പോസ്ഡ് പ്ലാൻ ഓർ മെത്തേഡ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്ലാനിൻ്റെ പ്രാക്ടിക്കാലിറ്റി നോക്കുന്ന പഠനമാണ് ഫീസിബിലിറ്റി സ്റ്റഡി. ഇറ്റ് ഈസ് ആൻ ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ദി പ്രൊജക്റ്റ്. നമ്മൾ പറഞ്ഞിരുന്നു 6 സെഗ്മെൻറ്റ്സ്, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ, ലീഗലൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാ ആസ്പെക്റ്റിൽ നിന്നും നമ്മൾ പ്രാക്ടിക്കാലിറ്റി ചെക്ക് ചെയ്യണം. ഇത് നടക്കോ ഇല്ലയോ എന്ന് വെറുതെ ചിന്തിച്ചാൽ പോരാ. ലീഗലി ഇത് പ്രാക്ടിക്കലാവോ, എക്കണോമിക്കലി ഇത് പ്രാക്ടിക്കലാവോ, എക്കണോമിക്കലി ഇത് പ്രാക്ടിക്കലാവോ, അങ്ങനെ ഓരോ സൈഡിൽ നിന്നും നമ്മൾ അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി നോക്കണം. സോ ഒരു ഇൻഡെപ്ത് സ്റ്റഡിയാണ് ഈ പറയുന്നത് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് ടീമിന് അത് ഇംപ്രൂവ് ചെയ്യും, ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്ത് തരും, വാല്യുബിൾ ഇൻഫർമേഷൻ അതുവഴി നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും, ഐഡൻറ്റിഫൈ വാലിഡ് റീസൺസ് ടു അണ്ടർടേക്ക് ഓർ നോട്ട് അണ്ടർടേക്ക് ദ പ്രൊജക്റ്റ്. അപ്പോൾ ഫീസിബിലിറ്റി സ്റ്റഡി എപ്പോഴും പോസിറ്റീവ് ആവണമെന്നില്ല അതിൻ്റെ റിസൾട്ട്. അതായത് നമുക്ക് ഈ എത്രയും പഠനങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ ഈ പ്രൊജക്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, ഒരു ലാഭം ഉണ്ടാവില്ല എന്നുള്ളതായിരിക്കും റിസൾട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം നമുക്ക് കിട്ടും. ഇതുകൊണ്ടാണ് ഈ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് അത് അങ്ങനെ ഒരു റീസൺ കിട്ടും, എന്തുകൊണ്ട് ഈ ഒരു ഐഡിയ വർക്കൗട്ട് ആവില്ല അല്ലെങ്കിൽ വർക്കൗട്ട് ആവുന്നു എന്നുള്ളത്. ദെൻ നമ്മുടെ സക്സസ് റേറ്റ് കാര്യങ്ങളൊക്കെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഒരു ഹെൽപ്പാണ് ഈ പറയുന്ന ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി പലതരത്തിലുള്ള ഫീസിബിലിറ്റി സ്റ്റഡി ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു കുറച്ചെണ്ണം. ടെക്നിക്കൽ ആയിട്ടുള്ളത്, എക്കണോമിക്കൽ, ലീഗൽ, ഓപ്പറേഷണൽ എന്ന് വെച്ചാൽ മാനേജ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ ഷെഡ്യൂളിംഗ് ഫീസിബിലിറ്റി, അതായത് ടൈം ലൈൻ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു ഫീസിബിലിറ്റി ആണത്. ദെൻ സോഷ്യൽ ഇമ്പാക്റ്റ് നോക്കുന്ന സോഷ്യൽ ഫീസിബിലിറ്റി. സോ ഇത്രയും ടൈപ്സ് ഫീസിബിലിറ്റി സ്റ്റഡികൾ ഉണ്ട് കേട്ടോ. അടുത്തത് എന്താണ് പ്രൊഡക്റ്റ് മിക്സ്? ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കാവുന്നതാണ്. പ്രൊഡക്റ്റ് മിക്സ് റെഫേഴ്സ് ടു ദി കളക്ഷൻ ഓഫ് ഓൾ പ്രൊഡക്ട്സ് ഓഫേർഡ് ഫോർ സെയിൽ ബൈ എ ഫേം. ഇപ്പം നമ്മുടെ മിൽമ എന്ന് പറയുന്ന ഫേം പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും, മനസ്സിലായോ? അതായത് ഇപ്പം മിൽമ കൊടുക്കുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഇപ്പം മിൽക്ക് ഉണ്ട്, കേർഡ് ഉണ്ട്, മിൽക്ക് പേടയുണ്ട്, ഇല്ലേ സിനിമത്തതുപോലെ. ഓക്കെ, മിൽക്കിൻ്റെ എന്താ പറയുക, പേടയുണ്ട്, കേർഡ് ഉണ്ട്, പിന്നെ എന്തൊക്കെയാണ് മിൽമ പ്രൊവൈഡ് ചെയ്യുന്ന ബിസ്ക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, ബിസ്ക്കറ്റ് ഉണ്ട്. പിന്നെ എന്തോ ഷെയ്ക്ക് ഉണ്ടല്ലോ, ഇപ്പോൾ മിൽമയുടെ ഒരു മിൽക്ക് ഷെയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഷെയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മിൽമ എന്ന് പറയുന്ന ഒരു ഫേം ഒരുപാട് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതിനെ മൊത്തമായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊഡക്റ്റ് മിക്സ് എന്നുള്ളത്. ആ ഒരു മിൽമ എന്ന് പറയുന്ന ഫേം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളക്ഷൻ ഓഫ് പ്രൊഡക്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതിനെയാണ് പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് പ്ലാന്റ് ലേഔട്ട്? പ്ലാന്റ് ലേഔട്ട് റെഫേഴ്സ് ടു ദ ഫിസിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് എക്യുപ്മെന്റ്, മെഷീനറി, ഫെസിലിറ്റീസ് വിത്തിൻ എ മാനുഫാക്ചറിങ് പ്ലാന്റ് ഓർ ഫാക്ടറി. അതായത് നമ്മുടെ ഇപ്പോൾ ആ ഒരു ഫാക്ടറിയിൽ ഉള്ള മെഷീനറീസ്, ഫെസിലിറ്റീസ്, അതിന് മൊത്തത്തിനുള്ള അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് പ്ലാന്റ് ലേഔട്ട് എന്നുള്ളത്. ഇനി അടുത്തത് എന്താണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്? ബ്രേക്ക് ഈവൻ അനാലിസിസ് ഇസ് വൈഡ്ലി യൂസ് ടെക്നിക് ഫോർ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. കോസ്റ്റും വോളിയവും പ്രോഫിറ്റ് അനാലിസിസിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു പോയിൻ്റാണ്. നെയ്തർ ഏൺസ് എ പ്രോഫിറ്റ് നോർ ഇൻക്യൂർ എ ലോസ്. അതായത് ഇപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നൊക്കെ നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് അവിടെ പ്രോഫിറ്റ് ഈക്വൽ ടു ലോസ് ആണ്. അവിടെ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്ത ഒരു പോയിന്റ്, ഇക്വിലിബ്രിയം പോയിന്റ് എന്നൊക്കെ പറയും. അതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും? ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ സെയിൽ എന്നായിരിക്കും വരുന്നുണ്ടാവുക. അടുത്തത് എന്താണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്?
Social cost benefit analysis is a method used to evaluate the social desirability of a project. It compares the cost and benefits of the project to society as a whole. അതായത് ഇവിടെ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സോഷ്യൽ ഡിസൈറബിലിറ്റി സമൂഹത്തിലേക്ക് വരുമ്പോൾ അതിനുള്ളൊരു ഇമ്പാക്റ്റാണ് ഇവിടെ അളക്കുന്നത്, ഇവിടെ നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. നമ്മുടെ മൊത്തത്തിലുള്ള കോസ്റ്റും ആ ഒരു പ്രൊജക്റ്റിൻ്റെ ബെനിഫിറ്റ്, സൊസൈറ്റിക്ക് മൊത്തമായിട്ട് എത്ര ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു കോടി രൂപയൊക്കെ ചിലവഴിച്ചൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, അതിൻ്റെ ചിലവ് അത്രയുണ്ട്, പക്ഷെ അത് സമൂഹത്തിൽ ഒരാൾക്ക് ഉപകാരപ്പെട്ടതല്ലെങ്കിൽ പിന്നെ വലിയ കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കൂടി ഒന്ന് നോക്കാം കേട്ടോ. ടു ഐഡൻറ്റിഫൈ ആൻഡ് ക്വാണ്ടിഫൈ ദ സോഷ്യൽ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്, ടു ഡിറ്റർമൈൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് among ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്, ടു ഇവാലുവേറ്റ് ദ ഓവറോൾ സോഷ്യൽ ഡിസൈറബിലിറ്റി ഓഫ് ദ പ്രൊജക്റ്റ്. അത്രയും ഒന്ന് നോക്കി വെക്കുക. ദെൻ ഇതിൽ സ്റ്റെപ്സ് കൂടി കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം കേട്ടോ. നിങ്ങൾ അതിൻ്റെ സ്റ്റെപ്സ് അങ്ങനെ ചോദിച്ചിട്ടില്ല, ഒന്ന് വായിച്ചു പോയാൽ മതി. അടുത്തത് എന്താണ് ക്ലിയറൻസ് റെഗുലേഷൻ? ക്ലിയറൻസ് റെഗുലേഷൻ റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് നെസസറി അപ്രൂവൽസ് ആൻഡ് പെർമിറ്റ്സ് ഫ്രം ഗവൺമെൻറ് അതോറിറ്റീസ് ബിഫോർ സ്റ്റാർട്ടിങ് എ പ്രൊജക്റ്റ് ഓർ ബിസിനസ്. നമുക്കറിയാം ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പെർമിറ്റും അപ്രൂവൽ ലൈസൻസസ് കുറേ സാധനങ്ങൾ നമുക്ക് വേണമല്ലോ. ഇതിനെയാണ് ക്ലിയറൻസ് റെഗുലേഷൻ എന്ന് പറയുക. ഇത്രയും സാധനങ്ങൾ കിട്ടിയാലേ, ലൈസൻസും അപ്രൂവലും കാര്യങ്ങളൊക്കെ കിട്ടിയാലേ നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ. ഇതിനെയാണ് ക്ലിയറൻസ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, EIA. EIA is a study that predicts the environmental consequences of a പ്രപ്പോസ്ഡ് പ്രൊജക്റ്റ്. അതായത് നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്ന പ്രൊജക്റ്റിൻ്റെ എൻവയോൺമെൻറ്റൽ കോൺസിക്വൻസസ് നമ്മൾ അളക്കുന്നു. അതായത് ഇപ്പോൾ നമ്മളൊരു സ്ഥാപനം തുടങ്ങാൻ പോകാമെന്ന് വിചാരിക്കുക, എയർ പൊല്യൂഷൻ ഉണ്ടാവോ, വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവോ, ഇത് സമൂഹത്തിന് ദോഷകരമായിരിക്കുമോ, അങ്ങനെ മൊത്തത്തിൽ എൻവയോൺമെൻറ്റിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിലെ മെഷേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് EIA എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടേം ഫോറിൻ കൊളാബറേഷൻ ആണ്. ഫോറിൻ കൊളാബറേഷൻ റെഫേഴ്സ് ടു പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ കമ്പനീസ്. നമ്മുടെ ഒരു ഇന്ത്യൻ കമ്പനിയും അതേപോലെ തന്നെ ഒരു ചൈനീസ് കമ്പനി, ചൈനയിലത്തെ ഒരു കമ്പനിയുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സ്ഥാപനം റൺ ചെയ്യുന്നു. ഇതിനാണ് ഫോറിൻ കൊളാബറേഷൻ എന്ന് പറയുക. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ആ ഒരു കോമ്പറ്റീറ്റീവ്നെസ് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് മൊത്തത്തിലുള്ളൊരു ടെക്നോളജി ട്രാൻസ്ഫറും എല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും നമുക്ക്. അതാണ് ഫോറിൻ കൊളാബറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ്. Export promotion capital goods refers to machinery, equipments and other capital goods that are specifically designed to promote എക്സ്പോർട്ട്. അതായത് എക്സ്പോർട്ടിനെ സഹായിക്കാൻ വേണ്ടി, അതായത് കയറ്റുമതി, നമുക്ക് എപ്പോഴും കയറ്റുമതിയാണ് വേണ്ടത്. ഇന്ത്യയിൽ നിന്നും കയറ്റി അയക്കുമ്പോഴാണ് ഇന്ത്യയിലോട്ട് പൈസ വരുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് എക്സ്പോർട്ടിനെയാണ് ഇമ്പോർട്ടിനേക്കാളും. അപ്പോൾ അങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കുറച്ച് മെഷീനറീസും എക്യുപ്മെൻറ്റ്സും ഒക്കെ ഉണ്ട്. ഓരോ സാധനങ്ങളും എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനറീസും എക്യുപ്മെൻറ്റ്സും ഒക്കെ ഉണ്ടല്ലോ, അതിനെയാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുക. എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സ്, അതാണ് മെഷീനറി, എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനെയാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അടുത്തത് എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് ലൈസൻസ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പെർമിറ്റ് അല്ലെങ്കിൽ ലൈസൻസ്, ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത് തരുന്ന ലൈസൻസിനെയാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ് ലൈസൻസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഈ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് EPCG ലൈസൻസ് എന്ന് അതിൻ്റെ ഷോർട്ടാക്കി പറയാം കേട്ടോ. ഈ ലൈസൻസ് എടുക്കാൻ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഡിജിറ്റൽ സിഗ്നേച്ചർ വേണം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ, ദെൻ പാൻ കാർഡ്, എക്സൈസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രൊഫോമ ഇൻവോയ്സ്, ബ്രോഷർ, സെൽഫ് സർട്ടിഫൈഡ് കോപ്പി ആൻഡ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഫ്രം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, സെൽഫ് സർട്ടിഫൈഡ് കോപ്പി ആൻഡ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഫ്രം ചാർട്ടേഡ് എഞ്ചിനീയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിലേ നമുക്ക് EPCG ലൈസൻസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി വെരി 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 ഇമ്പോർട്ടൻറ്റ് essay ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. സെറ്റിംഗ് അപ്പ് ഓഫ് ഓർ സ്റ്റെപ്സ് ഇൻ സെറ്റിംഗ് അപ്പ് ഓഫ് എൻ MSME. ഒരു മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക്
ഏകദേശം 21 സ്റ്റെപ്പാണ് വരുന്നത്. സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഓർഡറിൽ പഠിക്കണം. 1-2 തവണ ഇത് ചോദിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞു കേട്ടോ. സ്റ്റെപ്സ് ഇത് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം, വേറെ നിവർത്തിയില്ല നമുക്ക്. അപ്പോൾ ആദ്യം നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. ദെൻ സെലക്ഷൻ ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് വേണോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വേണോ എന്നുള്ളത് സെലക്ട് ചെയ്യലാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത് ലൊക്കേഷൻ ആൻഡ് സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. നാലാമത് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ സെലക്ഷനാണ്. അഞ്ചാമത്തത് എക്വയറിംഗ് മാനുഫാക്ചറിങ് നോ ഹൗ ഓർ ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കുന്നു, മാനുഫാക്ചറിങ് എങ്ങനെ നടത്തണം, അതാണ് നമ്മൾ അഞ്ചാമത്തെ ഘട്ടത്തിൽ ചെയ്യുന്നത്. ആറാമത്തേൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ഒരു രീതിയിലും ഇത് പ്രവർത്തിക്കാൻ യാതൊരു തടസ്സമില്ല എന്ന് കാണിക്കുന്ന നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് വാങ്ങാനായിട്ടുണ്ട്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ് നമ്മൾ എടുക്കണം. രജിസ്ട്രേഷൻ വിത്ത് അതോറിറ്റീസ്, GST, MSME രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ദെൻ അപ്ലിക്കേഷൻ ഫോർ അലോട്ട്മെൻറ്റ് ഓർ ട്രാൻസ്ഫർ ഓഫ് പ്ലോട്ട് ഓർ ഷെഡ്, നമ്മുടെ പ്ലോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ദെൻ എക്സിക്യൂഷൻ ഓഫ് ലീസ് എഗ്രിമെൻറ്റ്സിൻ്റെ എക്സിക്യൂഷനാണ് അവിടെ നടക്കേണ്ടത്. ദെൻ 11ാമത്തത് അപ്ലിക്കേഷൻ ഫോർ യൂട്ടിലിറ്റീസ്, അതായത് വാട്ടർ പവറിനൊക്കെ വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ കൊടുക്കുക. ദെൻ കൺസെൻറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഓപ്പറേറ്റ്, മൊത്തത്തിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മതം നമ്മുടെ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ NOC ഫ്രം ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് NOC മീൻസ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണം. ദെൻ ഫാക്ടറി ലൈസൻസ് എടുക്കണം. രജിസ്ട്രേഷൻ അണ്ടർ ലേബർ ലോൻ്റെ കീഴിലെ നമ്മൾ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാവണം. എക്സ്പോർട്ട് ഇമ്പോർട്ടർ കോഡ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. പ്രിപ്പറേഷൻ ഓഫ് പ്രൊജക്റ്റ് റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. MSME ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ദെൻ പവർ കണക്ഷന് വേണ്ടി അപ്ലൈ ചെയ്യണം. അറേഞ്ച്മെൻറ്റ് ഓഫ് ഫിനാൻസ്, ലാസ്റ്റ് രജിസ്ട്രേഷൻ അണ്ടർ GST ആക്ട്. ഇത്രയും കഴിയുമ്പോഴാണ് ഒരു MSME സെറ്റപ്പ് ആകുന്നത്. അപ്പോൾ അതിനുള്ള സ്റ്റെപ്സ് ആണ് ഈ 21 ഓർഡറിൽ തന്നെ പഠിക്കണം, സ്റ്റെപ്സ് ആയതുകൊണ്ട് തന്നെ. സോ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ വന്നിരിക്കുന്നത്. കുറച്ച് ലെങ്തി വീഡിയോ ആണ്, പക്ഷേ ഒരൊറ്റ വീഡിയോയിൽ തന്നെ നമ്മൾ 4th ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.